ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ നല്ല അടിപൊളി 2 സ്പോട്ടുകൾ കാണിച്ചു തരാനാട്ടോ. അതിലാദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ആർച്ച് ഡാമാണ്. അപ്പം നമുക്കിത് ഡയറക്റ്റ് ഉള്ളിലേക്ക് ചെന്നൊന്നും കാണാൻ കഴിയില്ല, ഇതുപോലെ പുറത്ത് നിന്ന് കാണാനേ കഴിയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് ഡാമിൻ്റെ അവിടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറുമ്പോൾ തന്നെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, ഒരു കയറ്റം പോലെ. അത് കയറി ചെന്ന് നേരെ മുട്ടുന്നത് നമ്മുടെ ആർച്ച് ഡാമിൻ്റെ നേരെ താഴത്തേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ച് മരങ്ങളും ചെടികളും അതുപോലെ തന്നെ കാപ്പി ഗ്രാമ്പൊക്കെ തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. നടന്ന് ചെല്ലുമ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു, കാരണം ഞങ്ങളൊരു 11 മണിയൊക്കെ ആയി ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിലുണ്ടായി. അന്നേരം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഡാമിൻ്റെ താഴത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട്, അതായത് നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഗേറ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേടുന്നതുകൊണ്ട് പറയട്ടെ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവിടെ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ കയറ്റാനായിട്ട് അനുവദിച്ചില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ മുകളിലെത്തുമ്പോൾ കുറച്ചും കൂടി അടുത്ത് നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് നമുക്ക് കാണാമെന്നാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് വണ്ടിയിൽ വന്നതിന് ശേഷം നമ്മൾ ആ പോയിന്റിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് മുകളിൽ എത്തുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര കണ്ട് മനസ്സിലാവില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി ആ വ്യൂവിൽ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചായയും അതുപോലെ തന്നെ കരിക്ക് ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റിയ 2-3 ചെറിയ കടകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ എന്തൊക്കെ മേടിച്ച് അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്പോട്ടിലേക്ക് പോയത് കാൽവരി മൗണ്ടിലേക്കാണ് കേട്ടോ. അതാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ട്രക്കിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ആ മൗണ്ടൈൻ്റെ മേലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ജീപ്പ് ട്രക്കിങ്ങിന് എടുത്തിട്ട്, ട്രക്കിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ട്രക്കിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ മൗണ്ടൈൻ്റെ മേലെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് ലിക്വിഡ് ക്യാഷ് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോണവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഫോട്ടോസൊക്കെ കാണാം. ഇതാണ് മക്കളെ വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ എന്തൊരു കാറ്റും അതുപോലെ തന്നെ മഞ്ഞും ഒക്കെ ആണെന്നറിയോ. നിങ്ങൾ വല്ല സേവ് ദി ഡേറ്റോ അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടോ ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നേരെ ഈ സ്പോട്ടിലേക്ക് വിട്ടു. അടിപൊളി വ്യൂ ആണ്, കണ്ടില്ലേ എത്ര മനോഹരമാണെന്ന്. നമ്മൾ ഒരു ഉച്ച ടൈമിലാണ് പോയത്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉഷ്ണം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് വരെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ ഉഷ്ണമൊക്കെ ഏത് വഴിക്ക് പോയെന്ന് എനിക്കറിയില്ല. കണ്ടില്ല, നല്ല അടിപൊളിയാണ്. വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് എന്നൊക്കെ എടുക്കണത്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടുക്കിയും ചെറുതോണി ഡാമും നമുക്ക് ഒരേ സ്പോട്ടിൽ കാണാൻ പറ്റുന്ന ഒരു ഇതാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോകണമെങ്കിൽ എന്തായാലും ഈ 2 സ്ഥലങ്ങളൊന്ന് കാണാം.